എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു അധ്യായവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇതുവരെ നടന്ന ചോദ്യ പേപ്പറുകളിലൊക്കെ കൂടുതൽ ചോദിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് കുറെ ഹോട്ട് ടോപ്പിക്സുകൾ കണ്ട് അത് നിങ്ങൾക്ക് ഒരു ഓർഡർ ആക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നല്ല അഭിമാനത്തോടെ ജോലി ചെയ്യുന്ന, ഞാനും ജോലി ചെയ്യുന്നതാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്ക് അന്ന് KCB ആണ് കിട്ടിയത്. KCBയിലാണ് ഞാനിപ്പം ലീവ് എടുത്താണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളില്ലേ. അപ്പോൾ നമുക്ക് ജോലി കിട്ടിയാലും നമുക്ക് ലീവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പം ചിലവരുടെ മേഖലകളിൽ ചിലവർ കണ്ടിട്ടില്ലേ, ഗൾഫിൽ പോയി ഏതെങ്കിലും ബിസിനസ് ചെയ്തിട്ട് അങ്ങനെ ഗവൺമെന്റ് 5 വർഷം നമുക്ക് ലീവ് തന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മേഖല. LDC ആയിരുന്നു, VFA ആയിരുന്നു, ലാബ് അസിസ്റ്റന്റ് ആയിരുന്നു, പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് കിട്ടി. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് കണ്ണൂരായിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു. പിന്നെ ബിവറേജ് കോർപ്പറേഷൻ കിട്ടി. പിന്നെ ഡിഗ്രി ലെവലിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പിന്നെ കമ്പനി ബോർഡ് KSCB വന്നപ്പോൾ KSCBയിലോട്ട് ഞാൻ അങ്ങ് മാറുകയാണ് ചെയ്തത്. ഒത്തിരി സന്തോഷമുണ്ട് ആ ഒരു ജോലി ചെയ്യുന്നതിന്. ബുദ്ധിമുട്ടുകളില്ലാത്ത, വലിയ നമുക്ക് ടെൻഷൻ ഇല്ലാത്ത, ഏതൊരു ജോലിയും ടെൻഷനൊന്നും ഇല്ല. നമുക്ക് വേണം, നമ്മൾ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു ജോലിയും ഒരു ടെൻഷനും കാണത്തില്ല. നമ്മുടെ ചിന്താഗതികൾ മാറ്റി വെച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങളോട് പറയാം, അഭിമാനത്തോടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു സീരീസ് ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. പരീക്ഷ അടുക്കുന്നത് വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സുകൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുക. എന്ന് ചോദിച്ചാൽ എല്ലാം ഇതാവണമെന്നില്ല. അതായത് അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്യണം. ചിലപ്പം ഞാൻ കുറച്ച് മലയാളത്തിലൊക്കെ ആയിരിക്കും പറയുന്നത്, കാരണം അത് ശീലമായി പോയി. LDC പഠിപ്പിച്ചും LGS പഠിപ്പിച്ചും. അപ്പൊ ചില വേർഡുകൾ ചിലവർക്ക് സാറേ ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതാത് അധ്യാപകർ അതിന്റെ ടോപ്പിക്കിന്റെ ഇംഗ്ലീഷുകൾ പഠിപ്പിക്കും. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് ചിലതിന്റെയൊക്കെ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു തരും. കാരണം ആ ഒരു ഫ്ലോ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് CBSE പഠിച്ചവരും ഇംഗ്ലീഷ് വേർഡ് പഠിച്ചവരും ഒക്കെ ചോദിക്കുമായിരിക്കും. അവരോടൊക്കെ ആദ്യമേ ഞാൻ മുൻകൂട്ടി പറയുകയാണ്. കാരണം ആ ഒരു ഫ്ലോ എന്റെ ടൈപ്പ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കൂടുതലും മലയാള വേർഡുകൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മലയാളത്തിൽ തന്നത്. എന്നാ ചോദിക്കും, അതിന്റെ ഇംഗ്ലീഷുകൾ കിട്ടുന്ന രീതിയിലുള്ള നോട്ടുകളും ഒപ്പിച്ചു തരും. പിന്നെ അധ്യാപകര് കറക്റ്റ് ടോപ്പിക് ബേസ് വെച്ച് നിങ്ങൾക്ക് പഠിപ്പിക്കും. ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ജോലി കിട്ടിയിരിക്കുക. അത്രമാത്രം വേക്കൻസികൾ വരുന്നതല്ലേ ഇവിടെ. 2 ഘട്ടമായിട്ടാണ്. പ്രിലിംസ് ഉണ്ടോ മെയിൻസ് ഉണ്ടോ എന്ന് അറിയാൻ വയ്യ. മെയിൻസ് പ്രിലിംസും മെയിൻസും ആണോ എന്ന് ഏതായാലും നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളോട് അത് പറയാനുള്ളൂ. നിങ്ങൾ മെനക്കെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പം അല്ലാതെ ഡിഗ്രി ലെവൽ പരീക്ഷ കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഈ കിട്ടുന്നതൊക്കെ ആർക്കാ? നിങ്ങളെ പോലുള്ളവർക്കല്ലേ കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ ചിന്താഗതി ആദ്യം മാറ്റി ഒന്ന് ഇറങ്ങി നോക്കും. 100 അല്ലല്ലോ ലക്ഷ്യം. അപ്പൊ കട്ട് ഓഫിനേക്കാൾ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 10 മാർക്ക് മുകളിൽ നിന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടിയിരിക്കും. ഇപ്പൊ 50 ആണെങ്കിൽ 60, 60 ആണെങ്കിൽ 65, 70 മാർക്കൊക്കെ കിട്ടണം. ടോപ്പിക്ക് കറക്റ്റ് നിങ്ങൾ സിലബസ് അനുസരിച്ച് ഒന്ന് നടത്തി നോക്കെ, റിവിഷൻ നല്ലോണം കൊണ്ടുവന്ന് നോക്കെ, മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. മാക്സിമം ഡിഗ്രി ലെവൽ ചോദ്യ പേപ്പറുകളും ഡിഗ്രി ലെവലും 10th ലെവലും 12th ലെവലും എല്ലാ ചോദ്യ പേപ്പറും കളക്ട് ചെയ്യണം. അല്ലാതെ ഈ 10th ലെവലും 12th ലെവലിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ പല ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതാണ് ആത്മവിശ്വാസം കൂട്ടുന്നത്. എപ്പോഴായാലും ക്വസ്റ്റ്യൻ പേപ്പർ ആഴ്ചയിൽ ഒരു 2 ചോദ്യ പേപ്പർ തനിയെ വീട്ടിൽ ഇരുന്ന് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ശീലിക്കണം. അത് നിങ്ങളോട് എനിക്ക് എടുത്തു പറയുന്നവരുണ്ട്. കാരണം ടെൻഷൻ ഒഴിവാക്കാനും പരീക്ഷാ ഹാളിൽ അടുക്കും തോറും പരീക്ഷകൾ എഴുതി ശീലിക്കുമ്പോഴാണ് ആത്മവിശ്വാസം കൂടുന്നത്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ആവണം, മോക്ക് ടെസ്റ്റും ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. പിന്നെ ഡീപ്പായിട്ട് ഓരോ വിഷയത്തിനും അധ്യാപകർ പഠിപ്പിക്കുന്ന വ്യക്തമായിട്ട് മനസ്സിലാക്കി കറക്റ്റ് ടൈമിങ്ങിൽ എടുത്ത് എത്രയും നേരത്തെ ഒതുക്കാൻ പറ്റുമോ നേരത്തെ ഒതുക്കണം. പരീക്ഷ വന്നില്ലല്ലോ, ഡേറ്റ് വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഇരിക്കരുത്. കറക്റ്റ് ഡേറ്റിന് മുമ്പ്, 1 മാസത്തിന് മുമ്പ് എല്ലാം കഴിഞ്ഞ് റിവിഷൻ കൊണ്ടുവരണം. റിവിഷൻ കൊണ്ടുവരാണെങ്കിൽ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. എത്ര പേരാ KSFയിലും KSIDCയിലും KMMലും അല്ലെങ്കിൽ KCBയിലും അങ്ങനെ എത്രയോ ക്ഷേമനിധി ബോർഡ് എത്ര ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്നത്. അതും ആഗ്രഹിച്ച് നിങ്ങൾ എത്ര നാളുകൊണ്ട് പഠിക്കുന്നു അല്ലെ. ചിലപ്പോൾ മുമ്പത്തേക്ക് ഏതെങ്കിലും അബദ്ധം മൂലം പോയവർക്കും ഒക്കെ ഇതിനു വേണ്ടി മാറ്റിവെക്കാം. ചിലപ്പം ചെറിയൊരു കട്ട് ഓഫിലായിരിക്കും ഔട്ടായി പോയത് അല്ലെ, അല്ലെങ്കിൽ ഡിലീഷൻ വന്നപ്പോൾ കുറെ ക്വസ്റ്റ്യനിങ് വന്നപ്പോൾ മാർക്ക് അങ്ങ് താഴെ പോയി കാണും. അവരോടൊക്കെ എനിക്ക് പറയാം, ചിലപ്പോൾ അവസരം ഇതിലായിരിക്കുമെങ്കിലും ഓരോരുത്തർക്കും ഓരോ പരീക്ഷ പറഞ്ഞിട്ടില്ലേ. കുറച്ചുപേരും മറ്റു പരീക്ഷ ഏതെങ്കിലും സേഫ് സോണിലായിരിക്കും. അടുത്ത പരീക്ഷ ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കും. അങ്ങനെ വാശിയോടുകൂടി പഠിക്കുക. എത്രയും പെട്ടെന്ന് ജോലി കിട്ടി സേഫ് സോണിലാക്കുക. അല്ലാതെ വേറെ ചിന്താഗതി ഒന്നും
ഒന്നും വരരുത്, എനിക്ക് കിട്ടുമോ, നടക്കുമോ, ഇത് ഇത്ര പാട്, ഇതെങ്ങനെ എല്ലാം കൂടെ പഠിക്കാൻ പറ്റുമോ, അങ്ങനൊന്നും ഇല്ല. 100 അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സേഫ് സോണിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റും നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള ടോപ്പിക്കിനും ഇച്ചിരി കൂടുതൽ സമയം ചെലവഴിക്കുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നല്ലോണം ഫ്ലോ ചെയ്യുക. എല്ലാ ദിവസവും 1 മണിക്കൂർ അതിന് മാറ്റി വെക്കുക. കറണ്ട് അഫേഴ്സും കറക്റ്റ് ആയിട്ട് ഈ വർഷത്തെ കറണ്ട് അഫേഴ്സ് നല്ലോണം പഠിക്കണം. ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ എടുത്തു വെച്ച് റിവിഷൻ നടത്തണം. അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യണം കറണ്ട് അഫേഴ്സ്. ഹോട്ട് ടോപ്പിക്സ് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് മാറ്റണം. അപ്പൊ നോബൽ സമ്മാനം, സിനിമ അവാർഡ്, BMC പദ്ധതി, ഇങ്ങനെയൊക്കെ ഹോട്ട് ടോപ്പിക്സ് കറണ്ട് അഫേഴ്സ് സെപ്പറേറ്റ് മാറ്റുകയും ചെയ്താൽ വേറെ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ഉറപ്പായിട്ട് ജോലിയിൽ എത്തിയിരിക്കും കേട്ടോ. ഇപ്പം മറ്റുള്ളവരെ നോക്കരുത്. കമ്പൈൻ സ്റ്റഡിക്ക് കൂട്ടുകാർ വരട്ടെ, അല്ലെങ്കിൽ കോച്ചിങ് സെന്ററിൽ ആ ടോപ്പിക്ക് പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ എൻട്രിയിൽ ഇന്ന സാർ ഇന്ന ക്ലാസ് എടുക്കട്ടെ എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ സോഴ്സ് കിട്ടാൻ പറ്റുമോ ആ സോഴ്സ് മാക്സിമം ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. ഒത്തിരി ലക്ഷ്യങ്ങളില്ലൂടെ, ആ ലക്ഷ്യങ്ങളിലൊക്കെ കേന്ദ്രീകരിക്കണം. എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണ്ടേ, പിന്നെ ഇങ്ങനെ ഇരിക്കാനാണോ? ഈ പരീക്ഷയും പോയി ഞാൻ ഇനി അടുത്ത പരീക്ഷ നോക്കിക്കോളാന്നല്ലേ? മുമ്പിൽ വരുന്ന പരീക്ഷകള് ഒരേ ലിസ്റ്റിലുള്ളവർക്ക് തന്നെ അടുത്ത കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവരും വാശിയോടുകൂടി വീണ്ടും പഠിക്കുന്നത് അതുകൊണ്ടാ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒരാൾക്ക് തന്നെയാണ് എല്ലാം കൊടുക്കുന്നതെന്നൊന്നും ചിന്തിക്കരുത്. അവർ പഠിക്കുന്ന സമയത്ത് മെനക്കെട്ട് ഓരോ ടോപ്പിക് അനുസരിച്ച് പഠിച്ചു വെച്ചാൽ ഇപ്പോഴല്ലേ നിങ്ങൾ ഇരിക്കേണ്ടത്. രാവിലേക്ക് എഴുന്നേറ്റേ പറ്റൂ. നിങ്ങളുടെ ആവശ്യകതയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. രാവിലേക്ക് എഴുന്നേറ്റേ പറ്റൂ. കുറച്ചു നാൾ എഴുന്നേറ്റാൽ ജീവിതകാലം മൊത്തം സന്തോഷവും, ഉറങ്ങാനും നല്ല കൃത്യമായിട്ട് ഉറങ്ങാനും. ഇപ്പൊ ഒന്ന് ഉറക്കമൊക്കെ ഇച്ചിരി മാറ്റി വെച്ചേരെ, സന്തോഷങ്ങളൊക്കെ മാറ്റി, കൂട്ടുസെറ്റൊക്കെ കുറച്ച് കുറയ്ക്കണേ. യാത്രകൾ കുറയ്ക്കുക, കൂട്ടുസെറ്റുകൾ കുറയ്ക്കുക, പിന്നെ പൂർണ്ണമായും ഡെഡിക്കേറ്റ്. കൂട്ടുകാരനോടൊക്കെ പറ, എടാ ഇങ്ങനെ ഒരു പരീക്ഷയുണ്ട്, കുറച്ചു നേരം ഞായറാഴ്ച നമുക്ക് കാണാം, ബാക്കിയുള്ള ദിവസം അതിനുവേണ്ടി മാറ്റ്. അല്ലാതെ എല്ലാ ടൈമും അവർക്ക് എന്ത് തോന്നും എന്ന രീതിയിൽ ഒന്നും ഇരിക്കേണ്ട. അതുപോലെ പെൺകുട്ടികളോട് എനിക്ക് എടുത്ത് പറയാം, ഒരു ജോലി കിട്ടിയിട്ട് എത്രയും നേരത്തെ ഒന്ന് സേഫ് ആകണ്ടേ. ഒന്നുകിൽ ഹസ്ബൻഡിന് ഒരു സഹായമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലി കിട്ടിയിട്ട് അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാം, ഞാൻ ഇത്രയും പഠിച്ചതിന് എനിക്ക് ഡിഗ്രി ലെവൽ പോസ്റ്റ് കിട്ടിയല്ലോ എന്ന് പറയണം. അതിനുവേണ്ടിയാ. അപ്പം ഒത്തിരി ഞാൻ പറഞ്ഞു ഡീക്കില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ ആഴ്ചയിലും ഓരോ സീരീസ് ആയിട്ട് കൊണ്ടുവന്നതാ. പരീക്ഷ വരെ ഇത് തുടരുന്നതായിരിക്കും. എന്നാൽ കഴിയുന്ന നല്ല രീതി. എന്നാ ചോദിക്കും, മറ്റു വലിയ ഡിഗ്രി ലെവൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കണക്കല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതും കണക്റ്റിംഗ് ഫാക്ട്സും എല്ലാം. പിന്നെ നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGS പരീക്ഷ വരുന്നില്ല, അതും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരിക്കും എന്റെ റിവിഷൻ വരുന്നത്. അപ്പൊ അതുമൊക്കെ കേൾക്കുക. അല്ലാതെ ഇത് ഡിഗ്രിക്ക് ചോദിക്കുമോ എന്ന് ചിലവരുണ്ട്, ഇതൊക്കെ ചോദിക്കുമോ, അങ്ങനൊന്നുമില്ല, ചോദിക്കും. എന്നാൽ കഴിയുന്നത് ഞാനിപ്പം കൂടുതലും ഞാൻ ഇന്ന് ഒരു 10 ചോദ്യ പേപ്പർ ഡിഗ്രിയുടെ നോക്കിയിട്ടാണ് അതുമായി കണക്റ്റഡ് ഫാക്ട്സ് തുടങ്ങി വെച്ചിരിക്കുന്നത്. അതുപോലെ ഓരോ ഇതും ചോദിക്കുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ഏത് എന്ന് നോക്കാം. ഓക്കെ, എന്റേത് ഒരു സൈഡായിട്ട് നിങ്ങളെ കൊണ്ടുപോകുക. അപ്പൊ ആഴ്ചയിൽ ഇന്ന അയാള് കുറച്ച് ഹോട്ട് ടോപ്പിക്സ് കൊണ്ടുവരുന്നുണ്ട് എന്ന സൈഡായിട്ട് കൊണ്ടുപോകുക, അത്രമാത്രം മതി. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ഇന്ന് ഞാൻ ഹോട്ട് ടോപ്പിക്സിൽ 6 വിഷയങ്ങളാണ് കൊണ്ടുവന്നത്. ഓരോ വിഷയത്തിലെ ഓരോ ഹോട്ട് ടോപ്പിക്സുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 6 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആനുകാലികത്തിൽ നിന്ന് ആനുകാലികത്തിൽ നിന്ന് PM ശ്രീ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അത് നമുക്കൊന്ന് പഠിക്കാം. ഹിസ്റ്ററിയിലെ ഇതുവരെ നടന്ന പുരാതന യുദ്ധങ്ങളുണ്ടല്ലോ, ആ യുദ്ധങ്ങൾ ആരാണ്, ഏത് വർഷമാണ്. ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സഫാരി പാർക്ക്, ഇപ്പം കറണ്ട് അഫേഴ്സ് ആയിട്ട് ഒത്തിരി സഫാരി പാർക്കുകൾ വന്നില്ലേ, അത് മാക്സിമം എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. കായികത്തില് നമ്മുടെ പ്രധാനപ്പെട്ട കായിക ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, അവയുടെ മുദ്രാവാക്യങ്ങൾ, വർഷം എന്ന് വന്നു എന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സാഹിത്യത്തിലെ ആദ്യ കൃതികൾ, ആദ്യ ചെറുകഥ, ആദ്യ ഖണ്ഡകാവ്യം, ആദ്യ സാഹിത്യ മാസിക, ഇങ്ങനെയുള്ളത്. ഭരണഘടന എടുത്തപ്പം ധനകാര്യ കമ്മീഷനെയാണ് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. എല്ലാം കൊണ്ടുവരും ഓരോ പോർഷനായിട്ട്. എന്നാലും നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് പിന്നെ ഇടയ്ക്കൊക്കെ GK റിവിഷൻ കേൾക്കുകയാണെങ്കിൽ അതങ്ങ് പഠിച്ചോണേ. ചിലപ്പോൾ ഇച്ചിരി സ്പീഡിലൊക്കെ പോകും. ഡിഗ്രി ലെവൽ ഉള്ളവരോട് പറയുന്നത് എല്ലാം ഇയാൾ ഇത് എന്ത് പറഞ്ഞു പോകുന്നത്, ഇതൊക്കെ ആവശ്യമാണോ എന്നല്ല, എല്ലാം ആവശ്യകതയാണ്. നിങ്ങളൊരു ജോലി കിട്ടാൻ വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന സപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി ആദ്യമേ ആരംഭിക്കുകയാണ് നമ്മുടെ ഡിഗ്രി ലെവൽ ഹോട്ട് ടോപ്പിക്സ്. ഒന്നാമത്തെ നമുക്ക് ആനുകാലികം നോക്കാം. PM ശ്രീ പദ്ധതിയാണ് അല്ലെ. PM ശ്രീ പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താണ്? പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അല്ലെ. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ ആണ് PM ശ്രീ പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്തെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. ഇത് ആരംഭിച്ചത് 2022 സെപ്റ്റംബർ 7-ാം തീയതിയാണ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിലാണ് ഇത് പറയുന്നത്. പക്ഷെ ആരംഭിച്ച ഡേറ്റ് ചോദിച്ചാൽ 2022 സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഇത് ആരംഭിക്കുന്നത്. 2020 പുറത്തിറക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി പുറത്തിറങ്ങിയത്. 20 നമുക്കൊരു ദേശീയ വിദ്യാഭ്യാസ നയം വന്നു. ഡോക്ടർ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ ചെയർമാനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020
2020 ഭാഗമായിട്ടാണ് ഏത് പദ്ധതി വരുന്നത്? PM ശ്രീ പദ്ധതി വരുന്നത്. ഇതിന്റെ ഫണ്ടിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് കേന്ദ്രത്തിൻ്റെത് 60%വും സംസ്ഥാനത്തിൻ്റെത് 40% ഫണ്ടിങ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്ന്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? PM ശ്രീ പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്ത്? പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. ഇത് ആരംഭിച്ചതെന്ന് 2022 സെപ്റ്റംബർ 7 ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായിട്ടാണ് ഇത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നോക്കെ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലെയും ഫണ്ട് പൊതുവെ 90:10 ആയിരിക്കണമെന്നും ഉണ്ട്. ഒരു സ്കൂളിന് 1.16 കോടി രൂപയ്ക്ക് മുകളിൽ കൊടുക്കുമെന്നാണ് ഇവര് PMC പദ്ധതിയിലൂടെ പറയുന്നത്. ഇതിന്റെ കാലയളവ് ചോദിച്ചാൽ 2022-27 വരെയാണ് ഓരോ പദ്ധതിയുടെയും കാലയളവ്. അപ്പം 22-23 തുടങ്ങി 2027 വരെയാണ് ഇതിന്റെ കാലയളവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ അത് പഠിച്ചേ. ഇതിന്റെ കാലയളവ് 2022-27 എന്നതാണ്. ഇതിന്റെ സവിശേഷതകൾ നോക്കെ, എന്തൊക്കെയാണ് പ്രത്യേകത? PM ശ്രീ പദ്ധതി വന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ എല്ലാ ആശയങ്ങളും അവിടെ നടപ്പിലാക്കണം. ഹരിത വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ, സമഗ്ര വികസനം, നൈപുണ്യ വികസനം, തൊഴിലധിഷ്ഠിത പഠനം, മറ്റു സ്കൂളുകൾക്ക് മാർഗദർശനവും ആകണം. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അവിടെ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ നയത്തിലെ ആശയങ്ങളെല്ലാം നടപ്പിലാക്കുക, ഹരിത വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് മികച്ച ലാബ്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളില്ലേ, ലാബ്, ബാത്റൂം, ഇതെല്ലാം ഉണ്ടാകണം. അത്യാധുനികം, സമഗ്ര വിദ്യാഭ്യാസമാകണം, നൈപുണ്യ വികസനം, തൊഴിലധിഷ്ഠിത പഠനം, മറ്റു സ്കൂളുകൾക്ക് മാർഗനിർദ്ദേശം ഉണ്ടാകണം. എന്നാ പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ, ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ. 2020 ജൂലൈ 29 ഇത് നിലവിൽ വരുന്നത്. പുതിയ വിദ്യാഭ്യാസ നയം 2029 ജൂലൈ 20. ഭേദഗതി ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത്, പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ബില്ല് പാർലമെന്റ് കൊണ്ടുവന്നത് 2019 ജനുവരി 3 അത് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ജനുവരി 10 കൂടിയായിരുന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ K. കസ്തൂരിരംഗനാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ കസ്തൂരിരംഗനാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ വിദേശ ഭാഷകളുടെ പട്ടികയിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒരു ഭാഷയും ഒഴിവാക്കി. അത് നമ്മുടെ ചൈനയുടെ ഭാഷയായ മാൻഡറിനെ ഒഴിവാക്കി. പുതിയ വിദ്യാഭ്യാസ നയം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എത്രയാണ് പറയണ്ടേ? 5+3+3+4 അല്ലെ? പുതിയ വിദ്യാഭ്യാസ നയം ഏതാണ്? 5+3+3+4 ആണ്. ഇത്രയാണ് PM ശ്രീ പദ്ധതി എന്ന് വിളിക്കുന്നത്. അപ്പം പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ K. കസ്തൂരിരംഗനാണ്. 5+3+3+4 ആണ് പുതിയ വിദ്യാഭ്യാസ നയം. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ജനുവരി 10 ഇത് നിലവിൽ വന്നത് 2020 ജൂലൈ 29 ഓക്കെ, അത് സെറ്റ് ആണല്ലോ. അപ്പൊ PMC പദ്ധതി നമ്മൾ പഠിച്ചു. എന്നാണ് PMC പദ്ധതി വന്നത്? 2022 സെപ്റ്റംബർ 7 PMC. പൂർണ്ണരൂപം എന്താണ്? PMC പദ്ധതിയുടെ പൂർണ്ണരൂപം പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കൊച്ചു കാര്യങ്ങളാണ്, ചിലപ്പം ചോദിച്ചാലോ. ഇപ്പൊ നമ്മൾ പഠിക്കുമെങ്കിൽ 4-5 മാസം കഴിഞ്ഞാൽ പരീക്ഷ വരുമ്പോൾ മറന്നു പോരുത്. നമ്മൾ ആദ്യം അതങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. കൊച്ചൊരു ടോപ്പിക് ആയിട്ട് അതങ്ങ് പോവാന്ന്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. രണ്ടാമത്തെ ടോപ്പിക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ. അതിന്റെ ഡീപ്പായിട്ടൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, അധ്യാപകരെ പഠിപ്പിക്കുമ്പോൾ പറയും. ഞാനിത് ഹോട്ട് ടോപ്പിക്സ് ഹെഡിങ് ചിലപ്പോൾ വർഷം ചോദിക്കും, ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കത്തില്ലേ, മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. അപ്പൊ അതില് എന്താന്ന് തെറ്റായി, അപ്പൊ അതിനു വേണ്ടി ഒരു ഹോട്ട് ടോപ്പിക്സ് ഹിസ്റ്ററി അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ നല്ല രീതി നിങ്ങളങ്ങ് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഒന്നാം തറയിൻ യുദ്ധവും രണ്ടാം തറയിൻ യുദ്ധവും. ആദ്യത്തെ നമ്മൾ ഏതായിരുന്നു പഠിക്കുന്നത്? ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ട 2 യുദ്ധങ്ങളുടെ പേരുകളാണ് ഒന്നാം തറയിൻ യുദ്ധവും രണ്ടാം തറയിൻ യുദ്ധവും. ഒന്നാം തറയിൻ യുദ്ധം നടന്നത് 1191-ലും രണ്ടാം തറയിൻ യുദ്ധം നടന്നത് 1192-ലുമാണ്. എതിരാളികൾ ഒരേപോലെ ആൾക്കാരാ. പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയുമാണ്. നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനും, അതായത് ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. പിന്നെ അറബ് സുൽത്താനായിരുന്ന മുഹമ്മദ് ഗോറിയും, അറബ് ഭരണാധികാരി ഇന്ത്യയിലേക്ക് വരികയും ഈ മുഹമ്മദ് ഗോറിയും തമ്മിൽ ആദ്യത്തെ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ ജയിക്കുകയാണ് ചെയ്തത് 1191. പക്ഷെ വീണ്ടും തൊട്ടടുത്ത വർഷം വീണ്ടും യുദ്ധം നടന്നു, രണ്ടാം തറയിൻ യുദ്ധം 1192. അത് വിജയിച്ചത് മുഹമ്മദ് ഗോറിയാണ്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മുസ്ലിം ഭരണത്തിന് തുർക്കികളുടെ
ഇന്ത്യയുടെ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? രണ്ടാം തറൈൻ യുദ്ധം. രണ്ടാം തറൈൻ യുദ്ധം വർഷം പഠിച്ചേ. ഈ തറൈൻ യുദ്ധത്തിന് മറ്റൊരു പേരുണ്ട്. എന്താണെന്നറിയാമോ? താനേശ്വർ യുദ്ധം എന്ന് വിളിക്കുന്നുണ്ട്. താനേശ്വർ യുദ്ധം എന്ന് വിളിക്കുന്നതും തറൈൻ. ഈ തറൈൻ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തെ സ്ഥലമാണെന്ന് ചോദിച്ചാൽ ഹരിയാനയിലെ ഒരു സ്ഥലമാണ്. ഹരിയാനയിലെ പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങൾ നടന്നത് ഹരിയാനയിലാണ്. തറൈൻ യുദ്ധം നടന്നത്, പാനിപ്പട്ട് യുദ്ധം നടന്നത്, മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം നടന്നത്. അപ്പൊ തറൈൻ യുദ്ധം, പാനിപ്പട്ട് യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം ഇതൊക്കെ നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. ഇതൊക്കെ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയിലെ ആണ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാന. മഴ ഏറ്റവും കൂടുതൽ മഴയല്ല, ഏറ്റവും കൂടുതൽ വനം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വനം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഹരിയാനയാണ്. വനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. അപ്പൊ വനം കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? വനം കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശും, വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാ? ഹരിയാനയുമാണ്. ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതൽ എവിടാന്നറിയാമോ? മിസോറാമിലാണ്. അപ്പൊ ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതൽ എവിടാണ്? മിസോറാം. അപ്പൊ നമ്മൾ പഠിച്ചു വനത്തിന്റെ കാര്യത്തിൽ. വനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ്, ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതൽ മിസോറാം. ഈ വനം ഏറ്റവും കുറവും ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടാണ്? അത് നിങ്ങൾ പറയേണ്ടത് ഹരിയാനയിലാണ്. വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീരാണ്. വനം ഏറ്റവും കുറവ്. കേരളത്തിൽ എവിടെയാണ്? കേരളത്തിൽ വനം ഏറ്റവും കൂടുതൽ ഇടുക്കിയാണ്. കേരളത്തിൽ വനം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇടുക്കി. വനം ഏറ്റവും കുറവ് ആലപ്പുഴ ജില്ലയിലാണ്. വനം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലും അതേപോലെ മറ്റൊരു ചോദ്യമുണ്ട്. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള കേരളത്തിലെ ജില്ല വയനാടാണ് കേട്ടോ. അപ്പൊ വനം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള ജില്ല ഏതാണ്? വനം കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ വയനാടാണ് അല്ലെ. ഇന്ത്യയിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടാന്ന് അറിയാമോ? ഫോറസ്റ്റ് അക്കാദമി, ഇന്ത്യയിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊക്കെ ഡെറാഡൂണിലാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂര് പീച്ചിയാണ്. അപ്പം ഇന്ത്യയിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമായ ഡെറാഡൂൺ ആണ്. കേരളത്തിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയാണ്. പീച്ചി അണക്കെട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പീച്ചി അണക്കെട്ട് കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചി അണക്കെട്ടാണ്. ഇക്കണ്ട വാര്യരുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ വന്നതാണ് കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി. ഏതായിരുന്നു? പീച്ചി. കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ചോദിച്ച ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തായിരുന്നു. പക്ഷെ കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? ഇറിഗേഷൻ പ്രോജക്റ്റ്. അത് ഏതെന്ന് ചോദിച്ചാൽ പീച്ചി അണക്കെട്ടാണ് നമ്മൾ പറയേണ്ടത്. ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണെന്നറിയാമോ? കല്ലട ജലസേചന പദ്ധതി കൊല്ലമാണ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചിയാണ്. ഏറ്റവും വലുത് ഏതാണ്? കല്ലട ജലസേചന പദ്ധതിയാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണെന്നറിയാമോ? കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട്. 1895 വരുന്നത്. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് വരുന്നത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണെന്നറിയാമോ? കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതെന്ന് ചോദിച്ചാൽ മലമ്പുഴ ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഡാം ഏതെന്ന് ചോദിച്ചാൽ മലമ്പുഴ ഡാം. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാമിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. അപ്പൊ മലമ്പുഴ അണക്കെട്ടിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭാരതപ്പുഴ. അപ്പം ഏറ്റവും വലിയ ഡാം ഏതെന്ന് ചോദിച്ചാൽ മലമ്പുഴ. ഏറ്റവും ആദ്യത്തെ ഡാം ഏതെന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറിന്റെ വർഷം എന്നാണ്? 1895. കേട്ടിട്ടുണ്ടോ? മറ്റൊരു ചോദ്യമുണ്ട്. 1895 മറ്റൊരു ചോദ്യമുണ്ട്. മരാമൻ കൺവെൻഷൻ തുടങ്ങിയ വർഷം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സമ്മേളനം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ സമ്മേളനമാണ് മരാമൻ കൺവെൻഷൻ. പത്തനംതിട്ട ജില്ലയിൽ പമ്പ നദിക്കരയിൽ. ഇത് തുടങ്ങിയ വർഷവും 1895. അപ്പം 1895. അതൊന്നും നമ്മൾ പഠിച്ചേ. ഇനി ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്ട് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്ട് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ. ഇടുക്കി 1975 നിലവിൽ വന്നു. 76 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു.
അപ്പം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. 1975 വരുന്നത്. 76 അത് ആർക്ക് സമർപ്പിക്കുന്നു? പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നു. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്ട് 1940 വന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി അല്ലെ. ചിത്തിര തിരുനാളാണ് കൊണ്ടുവരുന്നത്. അപ്പൊ തിരുവിതാംകൂർ രാജാവായ ചിത്തിര തിരുനാളാണ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരുന്നത്. ഏതാ? പള്ളിവാസൽ. ഏത് വർഷമാ? 1940 മുതിരമ്പുഴയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലെ മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അപ്പൊ ആദ്യത്തത് 40 പള്ളിവാസലും ഏറ്റവും വലുത് 75 വന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമാണ്. ഏത് രാജാവാണ് ആദ്യത്തത് കൊണ്ടുവന്നത്? ചിത്തിര തിരുനാളാണ് കൊണ്ടുവരുന്നത്. ചിത്തിര തിരുനാളാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേത കേന്ദ്രവും കൊണ്ടുവരുന്നത്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേത കേന്ദ്രം ഇല്ലൂടെ 1934 നിലവിൽ വന്ന പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം ആരാ കൊണ്ടുവരുന്നത്? ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. അന്ന് പെരിയാറിന് വേറൊരു പേരായിരുന്നു. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യകാല നാമം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി എന്നാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേത കേന്ദ്രം പെരിയാർ. ആദ്യത്തതും വലുതും ചോദിച്ചാൽ പെരിയാർ പറഞ്ഞു കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേത കേന്ദ്രം എന്നും വലിയ വന്യജീവി സങ്കേത കേന്ദ്രം എന്ന് ചോദിച്ചാൽ ഏതാണ് പറയേണ്ടത്? പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രം. ഏത് വർഷമാ? 34. ആദ്യകാല നാമം എന്താണ്? പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യകാല നാമം അത് നെല്ലിക്കാമ്പട്ടി സാങ്ച്വറി എന്നാണ്. പിന്നെ ഇത് തേക്കടി വന്യജീവി സങ്കേത കേന്ദ്രം എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. ഇനി ഞാൻ ചുമ്മാ വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾ ജില്ലകളൊന്ന് പറയണേ നിങ്ങൾ. ചിന്നാർ വന്യജീവി സങ്കേത കേന്ദ്രം എവിടെ? ചിന്നാർ, ഇടുക്കി അല്ലെ. ചിന്നാർ വന്യജീവി സങ്കേത കേന്ദ്രം എവിടെയാണ്? ഇടുക്കി. ചിമ്മിനി വന്യജീവി സങ്കേത കേന്ദ്രം എവിടെ? തൃശ്ശൂര്. ചിന്നാർ, ഇടുക്കി. ചിമ്മിനി വന്യജീവി സങ്കേത കേന്ദ്രം തൃശ്ശൂർ. ചെന്തുരുണി വന്യജീവി സങ്കേത കേന്ദ്രം കൊല്ലത്താണ്. ചെന്തുരുണി ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേത കേന്ദ്രം ഏതാ? അത് ചെന്തുരുണിയാണ്, കൊല്ലമാണ്. ഇനി ചുലനൂർ പക്ഷി സങ്കേത കേന്ദ്രമുണ്ട്. ചുലനൂർ അത് പാലക്കാടാണ്. ചുലനൂർ പക്ഷി സങ്കേത കേന്ദ്രം എവിടെയാണ്? അപ്പൊ ചിന്നാർ ഇടുക്കി, ചിമ്മിനി തൃശ്ശൂര്, ചെന്തുരുണി കൊല്ലം, ചുലനൂർ പാലക്കാട്, ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾ കണ്ണൂർ ജില്ലയിലാണ്. ആറളവും കൊട്ടിയൂരും വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾ എവിടെയാണ്? കണ്ണൂർ ജില്ലയില്. അരിപ്പ എവിടെയാണെന്നറിയാം? അരിപ്പ പക്ഷി സങ്കേത കേന്ദ്രം തിരുവനന്തപുരത്താണ്. അരിപ്പ പക്ഷി സങ്കേത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. അരിപ്പ അത്ര ഓർമ്മയുണ്ട്. ഞാൻ അതിലോട്ട് അങ്ങ് പോവും. നമ്മൾ പറഞ്ഞു വന്നത് യുദ്ധങ്ങളെ കുറിച്ചാണ്. ഒന്ന് പറഞ്ഞേടെ. ഒന്നാം തറൈൻ യുദ്ധം 1191 രണ്ടാം തറൈൻ യുദ്ധം ഏതാണ്? 1192 അല്ലെ. ഈ രണ്ടാം തറൈൻ യുദ്ധത്തിലെ ഈ ഇദ്ദേഹത്തെ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയത് മുഹമ്മദ് ഗോറിയാണല്ലോ. ഇദ്ദേഹത്തെ സഹായിച്ചത് ഒരു ഇന്ത്യൻ ഭരണാധികാരിയാണ്, ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഭരണാധികാരി. അതൊക്കെ ഡീപ്പായിട്ട് അവിടെ അധ്യാപകർ പഠിപ്പിക്കാൻ പോകുന്നത് നോക്കണം. ഇതൊന്ന് മാച്ച് ദ ഫോളോയിങ് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കേ. 3 പാനിപ്പട്ട് യുദ്ധങ്ങൾ നമ്മൾ നടന്നു അല്ലെ. 3 പാനിപ്പട്ട് യുദ്ധങ്ങൾ നടന്നില്ലേ ഇവിടെ? ഒന്നാം പാനിപ്പട്ട് യുദ്ധം, രണ്ടാം പാനിപ്പട്ട് യുദ്ധം, മൂന്നാം പാനിപ്പട്ട് യുദ്ധം. 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം, 1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധം. 20 വർഷം കഴിഞ്ഞിട്ട് 1556 അല്ലെ. അപ്പൊ 1526 30 വർഷം. 1536, 46, 56. അപ്പൊ 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം, 1556 ഏതാണ്? രണ്ടാം പാനിപ്പട്ട് യുദ്ധം. മുഗൾ സാമ്രാജ്യമാണ്. അന്നത്തെ ലോധി രാജവംശത്തിലെ അവസാനത്തെ ലോധിയും ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ നടന്നതാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. അതോടുകൂടി ലോധി രാജവംശം അവസാനിപ്പിച്ചു. രണ്ടാം പാനിപ്പട്ട് യുദ്ധം അക്ബറും ഹെമു എന്ന് പറയുന്ന ഒരു മുഗൾ രാജവംശത്തിലെ അക്ബറും ഹെമുവുമായിട്ട് നടന്നത് രണ്ടാം പാനിപ്പട്ട് യുദ്ധം. ഇനി മൂന്നാം പാനിപ്പട്ട് യുദ്ധം വരുന്നുണ്ട് അടുത്തത്. അത് കുറെ വർഷം കഴിഞ്ഞ 1761 അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്ത സാസനും തമ്മിലാണ്. അപ്പൊ 3 പാനിപ്പട്ട് യുദ്ധങ്ങൾ. ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526 ബാബറും ഇബ്രാഹിം ലോധിയും, രണ്ടാം പാനിപ്പട്ട് യുദ്ധം 1556 അക്ബറും ഹെമുവും, മൂന്നാം പാനിപ്പട്ട് യുദ്ധം ആരൊക്കെയാണ്? അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്ത സാസനും തമ്മിൽ. വർഷമെന്ന 1761. ഇനി ഈ വിജയനഗര സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് കാരണമായ യുദ്ധം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് കാരണമായ യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധം 1565. തളിക്കോട്ട യുദ്ധം ഏത് വർഷമാണ്? 1500. ബാമിനി സാമ്രാജ്യവും വിജയനഗര സാമ്രാജ്യവും തമ്മിൽ രാമരായ സദാശിവരായരും ഒക്കെയാണ് അന്നത്തെ രാജാക്കന്മാർ.
എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഇങ്ങനെയാ പറയുന്നത്, വിജയനഗര സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് കാരണമായ ഏതാണ്? തളിക്കോട്ട യുദ്ധമാണ്. 1565 രാക്ഷസ തങ്കിടി യുദ്ധം എന്ന മറ്റൊരു പേരുണ്ട്. തളിക്കോട്ട യുദ്ധത്തെ രാക്ഷസ തങ്കിടി യുദ്ധം എന്ന്. അപ്പൊ എന്നാണ്? 1565 തളിക്കോട്ട യുദ്ധം. ഇനി നമ്മുടെ അക്ബറിന്റെ ഒരു ചെറിയ യുദ്ധമാണ് ഹാൽഡിക്കട്ട് യുദ്ധം. ഇത് കഴിഞ്ഞ ഡിഗ്രി ലെവലിന് മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിച്ചു. ഹാൽഡിക്കട്ട് യുദ്ധം അക്ബറും റാണ പ്രതാപും തമ്മിലാണ് 1576. അപ്പൊ അക്ബറുടെ രണ്ടേ യുദ്ധങ്ങൾ 20 വർഷം ഗ്യാപ്പിലാണ്. രണ്ടാം പാനിപ്പട്ട് യുദ്ധം 1556 അക്ബറും ഹെമുവും, ഹാൽഡിക്കട്ട് യുദ്ധം 1576 അക്ബറും റാണ പ്രതാപും. ഇതുവരെ യുദ്ധങ്ങൾ ഏതൊക്കെ പഠിച്ചു? ഒന്നാം തറൈൻ യുദ്ധം 1191, രണ്ടാം തറൈൻ യുദ്ധം 1192. ആരൊക്കെയാ? പൃഥ്വിരാജ് ചൗഹാനും നമ്മളെ മുഹമ്മദ് ഘോറിയും. രണ്ടാമത്തതിലാണ് മുഹമ്മദ് ഘോറി വിജയിച്ച് സുൽത്താൻ ഭരണത്തിന് അടിത്തറയിടുന്നത്. 3 പാനിപ്പട്ട് യുദ്ധങ്ങൾ പഠിച്ചു. ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526, രണ്ടാം പാനിപ്പട്ട് യുദ്ധം 1556, മൂന്നാം പാനിപ്പട്ട് യുദ്ധം 1761. വിജയനഗര സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് കാരണമായ തളിക്കോട്ട യുദ്ധം നടന്ന വർഷം 1565. വിജയനഗര സാമ്രാജ്യവും ബാമിനി സാമ്രാജ്യവും തമ്മിലായിരുന്നു. അക്ബറുടെ പ്രധാനപ്പെട്ട മറ്റൊരു യുദ്ധമാണ് ഹാൽഡിക്കട്ട് യുദ്ധം. അത് നടന്ന വർഷം 1576. പിന്നെ നമ്മുടെ പ്ലാസി യുദ്ധം, ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം അല്ലെ പ്ലാസി യുദ്ധം 1757. സിറാജ് ഉദ്ദൗളയും, ഇന്ത്യയുടെ നേതാവായ സിറാജ് ഉദ്ദൗളയും ബംഗാളിലെ അത് നേതാവ് റോബർട്ട് ക്ലൈവും, ബംഗാളിലെ ആദ്യ ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവും തമ്മിൽ നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഏത് വർഷമാണ് പ്ലാസി യുദ്ധം? 1757. പ്ലാസി ഏത് സംസ്ഥാനത്തെന്ന് ചോദിച്ചിട്ടില്ലേ? പ്ലാസി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ ഒരു സ്ഥലമാണ്. അപ്പൊ പ്ലാസി എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. നമ്മുടെ സന്യാസി കലാപം ഇല്ലേ, സന്യാസി കലാപം നടന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇൻഡിഗോ കലാപം നടന്നത് പശ്ചിമ ബംഗാളിലാണ്. അപ്പം സന്യാസി കലാപവും ഇൻഡിഗോ കലാപവും നടന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. സന്യാസി കലാപം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ആനന്ദമഠം എന്നല്ലേ. ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. ഈ ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്ന ലഹളയാണ് സന്യാസി ലഹള. അപ്പൊ ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാന ലഹള ഏതാണ്? സന്യാസി ഫക്കീർ ലഹളയാണ്. ഈ ലഹള നടന്നത് ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് സ്റ്റേറ്റ് ആണ്? നമ്മുടെ പശ്ചിമ ബംഗാളിലാണ്. അപ്പൊ പ്ലാസി യുദ്ധം നടന്ന വർഷം എന്നാണ്? 1757. ഏത് സ്റ്റേറ്റ്? പശ്ചിമ ബംഗാൾ. ചണം ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളിലാണ്. ചണം ഏറ്റവും കൂടുതൽ, ജൂട്ട് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ മറ്റൊരെണ്ണം ഉണ്ട്, കണ്ടൽക്കാടുകൾ, മാംഗ്രോ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ ഉള്ള ഇന്ത്യൻ സംസ്ഥാനവും പശ്ചിമ ബംഗാളാണ്. അപ്പൊ ചണം ഏറ്റവും കൂടുതലും കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലൂടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ യൂണിവേഴ്സിറ്റി വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അപ്പൊ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് പറയണ്ടേ. അപ്പൊ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ. അതിന് ആദ്യകാല നാമം ശാന്തിനികേതൻ എന്നായിരുന്നു. 1901 വന്ന ശാന്തിനികേതനാണ് 1921 അത് വിശ്വഭാരതി സർവകലാശാലയായത്. അപ്പം അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ പരീക്ഷ. അപ്പം രവീന്ദ്രനാഥ ടാഗോറിന്റെ യൂണിവേഴ്സിറ്റി ഏതായിരുന്നത്? വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. 1901 വന്ന ശാന്തിനികേതനാണ് 1921 എന്താക്കി മാറ്റിയത്? വിശ്വഭാരതി സർവകലാശാലയാക്കിയത്. അപ്പം ഈ വിശ്വഭാരതി സർവകലാശാലയുടെ ഒരു പ്രത്യേകതയുണ്ടേ, ഇതിന്റെ ചാൻസലർ എപ്പോഴും പ്രധാനമന്ത്രിയാണ്. നമുക്കറിയാം ചാൻസലർ സർവകലാശാലയുടെ ചാൻസലർ ഗവർണർ ആണെന്ന് നമുക്കറിയാം. പക്ഷെ വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ എപ്പോഴും ആരായിരിക്കും? ഇവിടെ പ്രധാനമന്ത്രിയായിരിക്കും. എത്ര വിശ്വം ഭവത്രേക നീഡം എന്നെഴുതി വെച്ചിരിക്കുന്ന സർവകലാശാല ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര വിശ്വം ഭവത്രേക നീഡം എന്നെഴുതി വെച്ചിരിക്കുന്ന സർവകലാശാലയും വിശ്വഭാരതി സർവകലാശാലയാണ്. അപ്പം വിശ്വഭാരതി സർവകലാശാല ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ് അല്ലെ. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് 1913 ആണ്. ഗീതാഞ്ജലി എന്ന കൃതിക്ക് ഏഷ്യയിലേക്ക് തന്നെ ആദ്യമായിട്ട് സാഹിത്യത്തിന് നോബൽ സമ്മാനം കൊണ്ടുവരുന്നത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇദ്ദേഹം ജനഗണമന ആദ്യമായി ആലപിച്ചതോ, ജനഗണമന എഴുതിയത് ഇദ്ദേഹമാണല്ലോ. 1911 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. സരളാദേവി ചൗധരിയും രവീന്ദ്രനാഥ ടാഗോറും തമ്മിലാണ് ആദ്യമായിട്ട് ഈ ഗാനം പാടുന്നത് തന്നെ. അപ്പം ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911. അപ്പം ചണം ഏറ്റവും കൂടുതൽ, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലൊക്കെ
എവിടെയാണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനം അല്ലയുടെ കൊൽക്കത്ത. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമാണ് കൊൽക്കത്ത. ഈ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി, ആദ്യ മെഡിക്കൽ കോളേജ്, ആദ്യ ഹൈക്കോടതി, ആദ്യ സർവകലാശാല, ആദ്യ മെട്രോ അല്ലെ, മെട്രോ റെയിൽവേ, ഭൂഗർഭ റെയിൽവേ, ഇതൊക്കെ വരുന്നത് കൊൽക്കത്തയിലാണ്. ആദ്യത്തെ സുപ്രീം കോടതി വരുന്നത് കൊൽക്കത്ത. ഇന്ന് കാണുന്നതിന് മുമ്പ് സുപ്രീം കോടതി വന്നു 1774 ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി കൊണ്ടുവരുന്നത് എവിടെയായിരുന്നടെ? അതും കൊൽക്കത്തയിലായിരുന്നു. റിസർവ് ബാങ്കിന്റെ ആദ്യ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നടെ. റിസർവ് ബാങ്കിന്റെ ആ 1935 റിസർവ് ബാങ്ക് വരുമ്പോൾ അതിന്റെ ആദ്യ ആസ്ഥാനം എവിടെയായിരുന്നടെ? കൊൽക്കത്ത. 2 വർഷം കഴിഞ്ഞിട്ടാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റിയത്. കൊൽക്കത്തയുടെ തീരത്തുകൂടി ഒഴുകുന്ന നദിയാണ് ഹൂഗ്ലി എന്ന് പറയുന്നത്. കൊൽക്കത്തയുടെ തീരത്തുകൂടി ഒഴുകുന്ന നദി ഹൂഗ്ലി, ഗംഗയുടെ പോഷക നദിയാ ഹൂഗ്ലി എന്ന് വിളിക്കുന്നത്. ഈ കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര് അറിയാമോ നിങ്ങൾക്ക്? കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത തുറമുഖമാണ്. ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? കൊൽക്കത്ത തുറമുഖമാണ്. കൊൽക്കത്ത തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാൻ വേണ്ടി വന്ന തുറമുഖമാണ് ഹാൽഡിയ തുറമുഖം. കൊൽക്കത്ത തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാൻ വേണ്ടി. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പശ്ചിമ ബംഗാളിലേക്ക് പോകാൻ കാരണം എന്താണ്? പ്ലാസി യുദ്ധം നടന്നത് ഏത് സ്റ്റേറ്റില്? പശ്ചിമ ബംഗാളില്. സന്യാസി കലാപം, ഇൻഡിഗോ കലാപം ഒക്കെ നടന്നത് എവിടാണ്? നമ്മളെ പശ്ചിമ ബംഗാളില്. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ. വാണ്ടി വാഷ് യുദ്ധം നടന്ന വർഷം എന്നാണ്? 1760. ഇവിടെ ഒരു പ്രത്യേകതയുണ്ടേ. ഇന്ത്യയിലെ 2 വിദേശ ശക്തികൾ തമ്മിൽ യുദ്ധം നടന്നതാ. തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ് വാണ്ടി വാഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടക്കുകയും ഫ്രഞ്ചുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടി, ഫ്രഞ്ചുകാരുടെ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് വാണ്ടി വാഷ് യുദ്ധം. അതോടുകൂടി ഇംഗ്ലീഷുകാർ ഭരണം ഏറ്റെടുത്തു. എന്നാണ് വാണ്ടി വാഷ് യുദ്ധം? 1760. ആരൊക്കെ തമ്മിൽ? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. അപ്പൊ ഫ്രഞ്ചുകാരുടെ ഭരണം ഇല്ലാതാക്കിയ യുദ്ധം ഏതാണ്? വാണ്ടി വാഷ് യുദ്ധം. ഡച്ചുകാരെ പുറത്താക്കിയത് നമ്മുടെ മലയാളികളാണ് അല്ലെ, തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ. ഏത് യുദ്ധമാണ് ഡച്ചുകാരെ ഇന്ത്യയിൽ നിന്നൊക്കെ എന്നവരെ പുറത്താക്കുന്നത്? കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം. അത് ആരൊക്കെ തമ്മിലാ? മാർത്താണ്ഡവർമ്മയും വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ദിലനോയും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ദിലനോയും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത്. ഈ ദിലനോയുടെ സ്മാരകം നമ്മുടെ തമിഴ്നാട്ടിലെ തക്കലക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലുണ്ട്. ദിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്? തമിഴ്നാട്ടിലെ തക്കലക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിൽ. അപ്പൊ കുളച്ചൽ യുദ്ധം ഏത് വർഷം? 1741. ഡച്ചുകാരെ പുറത്താക്കിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ആരാ? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ നാമം അറിയാമോ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ മൊത്ത പേര്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര സിനിമ, മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ എന്നൊക്കെ പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാ. മലയാളത്തിലെ ആദ്യ ചരിത്ര സിനിമ മാർത്താണ്ഡവർമ്മയാണ്. ആദ്യ ചരിത്ര നോവലും മാർത്താണ്ഡവർമ്മയാണ്. CV രാമൻ പിള്ളയാണ് ആദ്യ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ എഴുതിയത്. അപ്പൊ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ എഴുതിയതാരാണ്? CV രാമൻ പിള്ള. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ പ്രശസ്ത കൃതികൾ എഴുതിയത് നമ്മുടെ CV രാമൻ പിള്ളയാണ്. മറന്നുപോരുത്. ഓക്കെ, അടുത്തത് 3-ാം പാനിപ്പട്ട് യുദ്ധം നോക്കെ. 1761. ആരൊക്കെയാ? അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്താസ് തമ്മിൽ. പിന്നെ ബ്രിട്ടീഷുകാരുടെ മറ്റൊരു യുദ്ധം ഉണ്ടേ. ഇത് ബ്രിട്ടീഷ് ഭരണം അടിത്തറയിട്ട് ഇവിടെ ഭരണം തുടങ്ങിയത് ബക്സാർ യുദ്ധമാണ്. 1744 ഷൂജാ ഉദ്ദൗളയും മൺട്രോയും തമ്മിൽ, ഹെക്ടർ മൺട്രോയും തമ്മിലാണ് ബക്സാർ യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ പഠിച്ചടേ? 1-ാം പാനിപ്പട്ട് യുദ്ധം 1191 92 2-ാം പാനിപ്പട്ട് യുദ്ധം പൃഥ്വിരാജും ഇബ്രാഹിം ലോധിയാണ്. 3 പാനിപ്പട്ട് യുദ്ധങ്ങൾ നടന്നു. 1526 1-ാം പാനിപ്പട്ട് യുദ്ധം, 1556 2-ാം പാനിപ്പട്ട് യുദ്ധം, 1761 3-ാം പാനിപ്പട്ട് യുദ്ധം. വിജയനഗര സാമ്രാജ്യത്തിന്റെ അധപ്പതനത്തിന് കാരണമായ തളിക്കോട്ട യുദ്ധം നടന്ന വർഷം 1565. ഹാൾഡിക്കട്ട് യുദ്ധം ഏത് വർഷം? 1576 ഹാൾഡിക്കട്ട് യുദ്ധം. പ്ലാസി 1757, വാണ്ടി വാഷ് 1760, 3-ാം പാനിപ്പട്ട് യുദ്ധം 1761, ബക്സാർ യുദ്ധം ഏത് വർഷമാണ്? 1767. ഇത് നിങ്ങൾക്ക് ചേരുംപടി ചേർക്കാൻ ഉറപ്പായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ ഹിസ്റ്ററിയിലെ ഡീപ്പായിട്ട് അധ്യാപകർ പഠിപ്പിക്കും, ഞാൻ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് ഓക്കെ. ഇത് ഇപ്പോ എന്റെ
ഒരു അഭിപ്രായത്തിൽ വരാൻ സാധ്യതയുള്ള നല്ലൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിട്ടൊക്കെ പഠിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പുള്ളിപ്പുലി സഫാരി പാർക്ക് വന്നത് ബെന്നാർഹട്ടയിലാണ്. കർണാടകയിലെ ബെന്നാർഹട്ടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുള്ളിപ്പുലി സഫാരി പാർക്ക് വരുന്നത് കേട്ടോ. അപ്പൊ എവിടെയാണ്? കർണാടകയിലാണ് ചന്ദനം ഏറ്റവും കൂടുതൽ അല്ലെ, ചന്ദനം ഏറ്റവും കൂടുതൽ, സ്വർണം ഏറ്റവും കൂടുതൽ, കാപ്പി ഏറ്റവും കൂടുതൽ, കുരുമുളക് ഏറ്റവും കൂടുതൽ, ചോളം ഏറ്റവും കൂടുതൽ. അപ്പൊ ചന്ദനം, കാപ്പി, സ്വർണം, കുരുമുളക്, ചോളം ഏറ്റവും കൂടുതൽ. അതുപോലെ നമുക്ക് പറയാം ഈ സൂര്യകാന്തി ഏറ്റവും കൂടുതൽ, ആന ഏറ്റവും കൂടുതൽ എവിടെയാണ്? അവിടെ നമ്മുടെ കർണാടകയിൽ. അപ്പം ചന്ദനം ഏറ്റവും കൂടുതൽ കർണാടകയിലാണ്, കാപ്പി ഏറ്റവും കൂടുതൽ കർണാടകയിൽ. ആദ്യമായിട്ട് കാപ്പി കൃഷി തുടങ്ങിയത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കാപ്പി കൃഷി തുടങ്ങിയത് കർണാടകയിലെ ചിക്കമാംഗ്ലൂരിലെ ബാബാബുദാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ചിക്കമാംഗ്ലൂരിലെ ബാബാബുദാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് കാപ്പി കൃഷി തുടങ്ങിയത്, കർണാടകയിലാണ്. 2 സങ്കരയിനം കാപ്പിയുടെ പേര് പഠിച്ചു വെക്കണം. അറബിക്ക, റോബസ്റ്റയൊക്കെ സങ്കരയിനം കാപ്പിക്കുരുവിന്റെ പേരാണ് അറബിക്ക, റോബസ്റ്റ. ഇന്ത്യയിൽ ആദ്യത്തെ ചീറ്റ സഫാരി പാർക്ക് വന്നത് മധ്യപ്രദേശിലാണ്. കൂനോം നാഷണൽ പാർക്ക്, ചീറ്റ സഫാരി പാർക്ക് വന്നത് മധ്യപ്രദേശിലാണ് കേട്ടോ. കൻഹ ദേശീയ പാർക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ മധ്യപ്രദേശിലാണ് വനം ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഏറ്റവും മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ മാധവ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു പുതിയ നാഷണൽ പാർക്ക് വന്നത്, വന്നതും നമ്മുടെ മധ്യപ്രദേശിലാണ്. ഓർത്ത് വെച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ റിസർവ് സിംലിപാൽ, ഒഡീഷ, പുതിയതായിട്ട് വന്നതാ. ഒഡീഷയിൽ വന്ന പുതിയ ദേശീയ പാർക്കിന്റെ പേരെന്താണ്? സിംലിപാൽ ദേശീയ പാർക്ക്, ഒഡീഷ. കൂനോം ദേശീയ പാർക്ക് മധ്യപ്രദേശ്, മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ സഫാരി പാർക്ക് വരുന്നത് അത് മധ്യപ്രദേശിൽ തന്നെ മുകുന്ദപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക് വരുന്നത് നമ്മുടെ ഹരിയാനയിലെ ആരവല്ലി സഫാരി പാർക്കിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജംഗിൾ സഫാരി പാർക്ക് ഹരിയാനയിലെ ആരവല്ലി സഫാരി പാർക്ക്. ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് ലക്നൌവിൽ വന്നിട്ടുണ്ട്. ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ മുതുകുളം, ചക്കിട്ടപ്പാറയിലെ മുതുകുളത്താണ് ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക്. മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് തളിപ്പറമ്പിൽ വന്നടെ. മ്യൂസിയം മൃഗശാലയുടെ വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് വന്നത് എവിടെയാണ്? തളിപ്പറമ്പിൽ. നല്ലൊരു പോയിന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം ജിയോഗ്രഫിയിലെ ഒരു കൊച്ചൊരു പോയിന്റ് എഴുതിയെന്നത് കണ്ടിട്ട് എനിക്ക് ഒരു വ്യത്യസ്തത തോന്നി, വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മോഡലൊക്കെ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് എഴുതി തന്നേ ഉള്ളൂ. അടുത്ത ഗെയിമുകൾ, മുദ്രാവാക്യങ്ങൾ നോക്കാം. നമുക്ക് ഒളിമ്പിക്സ് എവിടെയാണ് ആരംഭിച്ചത്? ഒളിമ്പിക്സ് ഗ്രീസിൽ. പുരാതന ഒളിമ്പിക്സും ആധുനിക ഒളിമ്പിക്സും ആരംഭിച്ചതും ഗ്രീസിലെ ഏതൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വർഷം 1896 ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത്. വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ, ഒരുമിച്ച്, പുതിയ മുദ്രാവാക്യം. അതിനുമുമ്പ് വേറൊരു മുദ്രാവാക്യം സിറ്റിയസ്, ആൾട്ടിയസ്, ഫോർട്ടിയസ്, കമ്മ്യൂട്ടിന്. അപ്പം ഈ വേഗത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ, ഒരുമിച്ച് എന്ന മുദ്രാവാക്യമാണ് ഒളിമ്പിക്സിന്റെ. ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ച വർഷം കണ്ടോ? 1951. ന്യൂഡൽഹിയിലാണ് ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത്. എപ്പോഴും മുന്നോട്ട്, എവർ ഓൺവേർഡ്, എപ്പോഴും മുന്നോട്ട് എന്നതാണ് ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം. ഇന്ത്യയിലാണ് ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് കേട്ടോ. 51 ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ച വർഷം എന്നാണ് 1951. ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം എന്താണ്? എപ്പോഴും മുന്നോട്ട്. അടുത്ത ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ച വർഷം 2003. ഒരു തവണ അത് നടന്നിട്ടുള്ളൂ. ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നമ്മുടെ ഹൈദരാബാദിൽ വെച്ച് തന്നെയാണ്. നല്ലൊരു പോയിന്റ് ആണ്. ഹൈദരാബാദിൽ 2 കോണ്ടിനെന്റ് 1 സ്പിരിറ്റ്, ഇതായിരുന്നു ആപ്തവാക്യം. അപ്പൊ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം 2003 ഹൈദരാബാദിൽ 2 കോണ്ടിനെന്റ് 1 സ്പിരിറ്റ്. കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയ വർഷം 1930 കാനഡയിലെ ഹാമിൽട്ടണിലാണ്. ആദ്യമായിട്ട് തുടങ്ങിയത് കാനഡയിലെ ഹാമിൽട്ടണിലാണ്. ഹ്യൂമാനിറ്റി, ഇക്വാലിറ്റി, ഡെസ്റ്റിനി, ഇതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് എന്നാണ് ആരംഭിച്ചത്? കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് 30. എവിടെയാ? കാനഡയിലെ ഹാമിൽട്ടണിൽ. ഇനി നമ്മുടെ സൗത്ത് ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചു. അതുകൊണ്ടാണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തത്. സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം ചോദിച്ചായിരുന്നു. പീസ്, പ്രോസ്പിരിറ്റി ആൻഡ് പ്രോഗ്രസ്. സമൃദ്ധി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, സമാധാനം, സമൃദ്ധിയുടെ. അപ്പം സൗത്ത് ഏഷ്യൻ ഗെയിംസ് 1984 മുതലാണ് തുടങ്ങുന്നത്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ആദ്യ സൗത്ത് ഏഷ്യൻ ഗെയിംസ് നടന്നത്.
ഇനി ദേശീയ ഗെയിംസ് 1985 ഇന്ന് കാണുന്ന രീതി, അതിനു മുമ്പേ വരുന്നുണ്ട്, 24-25 കാലഘട്ടത്തിലേ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന നമ്മുടെ ദേശീയ ഗെയിംസ് ആരംഭിച്ചത് 85 ഇത് ന്യൂഡൽഹിയിലാണ് തുടങ്ങുന്നത്. ഇതിന്റെ മുദ്രാവാക്യമില്ല, ഓരോ പ്രാവശ്യം ഓരോന്നായിട്ടാണ് മാറും. അത് എത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം ഒളിമ്പിക്സ്, ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896, ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് 1951, കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് 1930, ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് 2003, സൗത്ത് ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് 1984. സൗത്ത് ഏഷ്യൻ ഗെയിംസിന്റെ മുദ്രാവാക്യം പീസ്, പ്രോസ്പെരിറ്റി ആൻഡ് പ്രോഗ്രസ് എന്നത്. ഇനി മലയാളത്തിലെ ആദ്യത്തെ കൃതികൾ നമുക്കൊന്ന് നോക്കാടെ. ഇതും നല്ലൊരു പോയിന്റ് ആയിട്ടാണ്. ആദ്യത്തെ പാട്ടുകൃതി എന്നറിയപ്പെടുന്നത് ഏത്? മലയാളത്തിലെ ആദ്യത്തെ പാട്ടുകൃതി രാമചരിതം പാട്ടാണ്. എഴുതിയത് ചീരാമ കവിയാണ്. മലയാളത്തിലെ ആദ്യത്തെ പാട്ടുകൃതി ഏതാണ്? രാമചരിതം, ചീരാമ കവി. കഴിഞ്ഞ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചീരാമ കവിയുടെ വിശേഷണം ചോദിച്ചു. കേരള ചോസർ എന്ന് വിളിക്കുന്നതാര്? കേരള ചോസർ എന്ന് കേട്ടിട്ടില്ലേ? ജെഫ്രി ചോസർ. അങ്ങനെ കേരളത്തിന്റെ ചോസർ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഈ ചീരാമ കവിയാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ പാട്ടുകൃതി ഏതാണ്? രാമചരിതം പാട്ട്. ആരാ എഴുതിയത്? ചീരാമ കവി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണ്. അത് എഴുതിയ ആളില്ല, അജ്ഞാതം എന്നാണ് പറയാറ്. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. ആദ്യത്തെ ചമ്പു കൃതി ഏതെന്ന് ചോദിച്ചാൽ ഉണ്ണിയച്ചി ചരിതമാണ്. ദേവൻ ചിരികുമാരൻ അഥവാ ദേവൻ ശ്രീകുമാരൻ എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ ചമ്പു കവിത എഴുതിയത്, ഉണ്ണിയച്ചി ചരിതം. പച്ച മലയാളത്തിലെ ആദ്യത്തെ കൃതി എന്ന വിശേഷണം ആർക്കാണ്? പച്ച മലയാള പ്രസ്ഥാനം എന്നും പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് നമുക്ക്. അതിലെ ആദ്യത്തെ കൃതിയുടെ പേര് നല്ല ഭാഷ എന്നതാണ്. അത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് എഴുതിയത്. അപ്പം പച്ച മലയാള പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി ഏതാണ്? നല്ല ഭാഷ. എഴുതിയതാരാ? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. എന്താ വിശേഷണം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടന്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നതാര്? അപ്പൊ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാ. കേരളത്തിന്റെ കാളിദാസനാരാ? കേരളവർമ്മ വലിയ ഗൗരി തമ്പുരാനാണ് കേരള കാളിദാസൻ. ആദ്യത്തെ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം തുള്ളലല്ലേ? അത് ഏത് തുള്ളൽ എന്ന് പഠിച്ചാണ്? ശീതങ്കൻ തുള്ളൽ. കല്യാണ സൗഗന്ധികം തുള്ളൽ ശീതങ്കൻ തുള്ളലാണ്. അത് എഴുതിയത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ കൃതി എന്ന് ചോദിച്ചാലും കല്യാണ സൗഗന്ധികം പറഞ്ഞാൽ മതി. അപ്പൊ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികം. ആദ്യത്തെ ആട്ടക്കഥ രാമായണം ആട്ടക്കഥയാണ്. കഥകളി രാമനാട്ടത്തിന്റെ പിതാവായ കൊട്ടാരക്കര തമ്പുരാൻ എഴുതിയത്. രാമനാട്ടത്തിന്റെ, അതായത് കഥകളിയുടെ ആദ്യകാല രൂപമല്ലേ രാമനാട്ടം, അതിന്റെ പിതാവല്ലേ കൊട്ടാരക്കര തമ്പുരാൻ. അദ്ദേഹത്തിന്റെ ആട്ടക്കഥയാണ് രാമായണം ആട്ടക്കഥ. അതാണ് മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥ. ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം രാമചന്ദ്ര വിലാസം. അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെയാണ് ലക്ഷണമൊത്ത മഹാകാവ്യം. രാമചന്ദ്ര വിലാസം അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ. നമ്മുടെ കൃഷ്ണഗാഥയും മഹാകാവ്യമായിട്ട് പറയാറുണ്ട്. ആദ്യത്തെ മഹാകാവ്യം കൃഷ്ണഗാഥ. ആദ്യത്തെ ഖണ്ഡകാവ്യം മലയവിലാസം AR രാജരാജവർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തെ അല്ലേ? കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. ആദ്യത്തെ ഖണ്ഡകാവ്യം എഴുതിയത് ആരാണ്? മലയവിലാസം AR രാജരാജവർമ്മയുടെയാണ് അല്ലെ. അപ്പൊ AR രാജരാജവർമ്മയുടെ സ്മാരകം മാവേലിക്കരയിലുണ്ട്. AR രാജരാജവർമ്മ സ്മാരകം എവിടെയാണ്? മാവേലിക്കരയിൽ. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം നമ്മുടെ കുമാരനാശാന്റെ വീണപൂവാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം എഴുതാണ്? കുമാരനാശാന്റെ വീണപൂവ്. കുമാരനാശാന്റെ ആദ്യത്തെ കൃതിയും ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട വീണപൂവ. അവസാനത്തത് കരുണയാ. കുമാരനാശാന്റെ അവസാനത്തെ കവിത ഏതാണ്? കരുണ. ലീല, ചണ്ടാൽ, വിഷുകി, നളിനി, ചിന്താവിഷ്ടയായ സീത, ഇതൊക്കെ ആരുടെയാണ്? കുമാരനാശാന്റെയാണ്. നമ്മൾ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത്, ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാനെ. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക വിദ്യാവിലാസിനി എന്നാണ്. ആദ്യത്തെ സാഹിത്യ മാസികയുടെ പേരെന്താണ്? വിദ്യാവിലാസിനി. ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം പഠിച്ചു വെച്ചവരുടെ വർത്തമാന പുസ്തകം. റോമിലെ യാത്രയായിരുന്നു. റോമായാത്ര എന്നൊരു അപരനാമം കൂടിയുണ്ട്. ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകം ആരാ എഴുതിയത്? പാറമാക്കൽ തോമാ കത്തനാറാണ്. തോമാ കത്തനാരാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത്. വർത്തമാന പുസ്തകം റോമായാത്രയാണ്. മലയാളത്തിലെ യാത്രാ സഞ്ചാരി എന്ന് വിളിക്കുന്ന എഴുത്തുകാരനാരാ? അത് SK പൊറ്റക്കാടാണ് അല്ലെ. സഞ്ചാര സാഹിത്യകാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് SK പൊറ്റക്കാടല്ലേ. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും SK പൊറ്റക്കാടിനെ. മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ എന്ന് തന്നെയാണ്. വൈക്കത്ത് പാച്ചുമുത്തത് എഴുതിയതാണ് ആത്മകഥ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ആത്മകഥ നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ എന്റെ നാടുകടത്തലാണ് ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ. ആദ്യത്തെ സാമൂഹ്യ നാടകം മറിയാമ്മ നാടകം.
കൊച്ചിപ്പൻ തരങ്ങന്റെ മറിയാമ്മ നാടകവും ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാഠബാക്കി കെ ദാമോദരന്റെ പാഠബാക്കി. കെ ദാമോദരൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കാറൽ മാക്സ് എന്ന് വിളിക്കുന്നത് ആരാ? കേരള കാറൽ മാക്സ് എന്ന് വിളിക്കുന്നത് കെ ദാമോദരനെ. അപ്പൊ മലയാളത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ നാടകം എഴുതിയതാരാണ്? കെ ദാമോദരൻ. ഏതാ? പാഠബാക്കി. ആദ്യ സാമൂഹ്യ നാടകം ചോദിച്ചാൽ മറിയാമ്മ നാടകം. ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ സി വി രാമൻ പിള്ളയുടെയാണ്. സി വി രാമൻ പിള്ള, മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. മലയാളി മെമ്മോറിയൽ എഴുതിയത് ഈ സി വി രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ എഴുതിയതാരെന്ന് വെച്ചാൽ ആദ്യത്തെ നോവൽ നമ്മുടെ കുന്തലത, അപ്പു നെടുങ്ങാടി അല്ലെ? അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. എവിടെ കേട്ടിട്ടുള്ള അപ്പു നെടുങ്ങാടി? കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് സ്ഥാപിച്ചത് ഇദ്ദേഹമല്ലേ? 1899 കോഴിക്കോട് നെടുങ്ങാടി ബാങ്ക് കൊണ്ടുവന്നത് അപ്പു നെടുങ്ങാടിയാണ് അല്ലെ? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ് ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. ആദ്യത്തെ സൈബർ നോവൽ ഏതാ? മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ നൃത്തമാണ്. എം മുകുന്ദന്റെ നൃത്തം. മയ്യഴിയുടെ കഥാകാരൻ എന്നല്ലേ എം മുകുന്ദനെ വിളിക്കുന്നത്? മയ്യഴിയുടെ കഥാകാരൻ എന്ന് വിളിക്കുന്നത് എം മുകുന്ദനാണ്. മയ്യഴി പുഴയുടെ തീരങ്ങളിൽ ദൈവത്തിന്റെ വികൃതികൾ, ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ്. അപ്പൊ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? നൃത്തം, എം മുകുന്ദന്റെ. ആദ്യത്തെ ഓഡിയോ നോവൽ ഇഥാണന്റെ പേര്, സക്കറിയയുടെ ഇഥാണന്റെ പേരാണ് ആദ്യത്തെ ഓഡിയോ നോവല്. ഇഥാണന്റെ ഗോഡ്സെയുടെ ജീവിതത്തെ പശ്ചാത്തലമാക്കിയാണ് ഇത് എഴുതിയത് കേട്ടോ. ഗോഡ്സെയുടെ ജീവിതത്തെ പശ്ചാത്തലമാക്കി എഴുതിയത് ആരാണ്? ഇഥാണന്റെ പേര്, ഓഡിയോ നോവൽ. ആദ്യത്തെ വിലാപ കവിത ഒരു വിലാപം, സി എസ് സുബ്രഹ്മണ്യം പോറ്റിയുടെ ഒരു വിലാപമാണ്. ആദ്യത്തെ വിലാപ കവിത ഏതാണ്? സി എസ് സുബ്രഹ്മണ്യം പോറ്റിയുടെ ഒരു വിലാപം. ആദ്യത്തെ ചെറുകഥ വാസനാ വികൃതി, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാ വികൃതിയാണ് ആദ്യത്തെ ചെറുകഥ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും കൂടെ നോക്കട്ടെ. ആദ്യത്തെ നോവൽ കുന്തലത, അപ്പു നെടുങ്ങാടി. ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ ഓ ചന്തുമേനോന്റെ. ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ സി വി രാമൻ പിള്ളയുടെ. ആദ്യത്തെ സൈബർ നോവൽ നൃത്തം, എം മുകുന്ദൻ. മലയാളത്തിൽ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാ? വിദ്യാവിലാസിനി. ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാ? പാറമേക്കൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകമാണ് ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം. കുമാരനാശാന്റെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം വീണപൂവ്. ആദ്യ ഖണ്ഡകാവ്യം എന്ന് ചോദിച്ചാലോ AR രാജരാജവർമ്മയുടെ മലയവിലാസം. ആദ്യ പാട്ടുകൃതി ഏതാ? രാമചരിതം. രാമചരിതം എഴുതിയതാര്? ചീരാമകവി. ചീരാമകവിയാണ് ആദ്യത്തെ രണ്ട്. ആദ്യത്തെ വിലാപ കവിത ഒരു വിലാപം. ആദ്യത്തെ ഓഡിയോ നോവൽ ഇഥാണന്റെ പേര്. ഏത് കഥയാണ്? ഗോഡ്സെയുടെ ജീവിതത്തെ പശ്ചാത്തലമാക്കി എഴുതിയത്. ആദ്യത്തെ ചെറുകഥ ഏതാ? വാസനാ വികൃതി, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അടുത്ത ഭരണഘടനയിലെ ഒരു ടോപ്പിക്കിലേക്ക്, അത് ഒരുവിധ എല്ലാ ബുക്കുകളിലും ഉള്ളതാണ്, എന്നാലും നമുക്കൊന്ന് പഠിച്ചാൽ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഉറപ്പായിട്ട് ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ധനകാര്യ കമ്മീഷൻ ദേശീയത്തിൽ നമുക്ക് പഠിക്കാം. 1951 നവംബർ 22 രൂപീകരിച്ചു. ഇത് രൂപീകരണ ആർട്ടിക്കിൾ 280 ആണ്. ഇതിന്റെ ശുപാർശ 281 ആണ്. ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ വെക്കുമല്ലോ, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 281. ധനകാര്യ കമ്മീഷനെ, ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് 280. ശുപാർശകൾ എപ്പോഴും അഡ്വൈസറി നേച്ചർ. ഇത് സ്റ്റേറ്റ്മെന്റിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. ഉപദേശക സ്വഭാവമുള്ളതായിരിക്കും ശുപാർശകൾ എപ്പോഴും എന്ന് പറയുന്നത്. ഒരു അഡ്വൈസറി നേച്ചർ ആയിട്ട് അവരെടുക്കും. ഭരണഘടനയുടെ 12ാം ഭാഗത്തിലാണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇവരുടെ കാലാവധി 5 വർഷമാണ്. വേണമെങ്കിൽ ഇവരെ വീണ്ടും നിയമിക്കാം കേട്ടോ. ധനകാര്യ കമ്മീഷന്റെ കാലാവധി എത്ര വർഷം? 5 വർഷം. 5 അംഗങ്ങളെ ഉള്ളൂ. നിയമിക്കുന്നതും റിപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടത് പ്രസിഡന്റിന്റെ കയ്യിലാണ്. പക്ഷെ അംഗങ്ങളുടെ യോഗ്യത തീരുമാനിക്കേണ്ടത് പാർലമെന്റ് ആണ് ഇതിലെ അംഗങ്ങളുടെ യോഗ്യത തീരുമാനിക്കേണ്ടത്. ഒരു പൊതുകാര്യങ്ങളിലെ പരിചയം മതി നമ്മുടെ ചെയർമാൻ ആകാൻ. പ്രധാന പൊതുകാര്യങ്ങളിലെ പരിചയം മതി. ആദ്യത്തെ ചെയർമാൻ ആരെന്നറിയാമോ? ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ KC നിയോഗിയാണ്. KC നിയോഗി ഇപ്പൊ 15ാം ധനകാര്യ കമ്മീഷൻ അല്ല, 16ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തിയിരിക്കുക. 15ാം കമ്മീഷൻ ഈ വർഷവും കൂടെ ഉള്ളൂ. 2020-25 NK സിൻഹ ആയിരുന്നു. ഇനി അടുത്തത് 16ാം ധനകാര്യ കമ്മീഷനെ 2 വർഷം മുമ്പേ നിയമിച്ചു വെക്കും. അപ്പൊ 26 മുതൽ 31 വരെ അരവിന്ദ് പനഗരിയ എന്ന് പറയുന്നതാണ്. അപ്പൊ 15, 16 തെറ്റിപ്പോരുത്, ആ എണ്ണം പഠിക്കണേ. 15ാം ധനകാര്യ കമ്മീഷൻ 20-25 NK സിൻഹ. 16ാം ധനകാര്യ കമ്മീഷൻ അരവിന്ദ് പനഗരിയ 26-31. ഫുൾ ടൈം മെമ്പർ ആരൊക്കെ ഈ പ്രാവശ്യത്തെ ധനകാര്യ കമ്മീഷൻ? ഫുൾ ടൈം മെമ്പർ അജയ് നാരായണൻ ജ, ആനി ജോർജ് മാത്യു, നമ്മളെ മലയാളിയായ ആനി ജോർജ് മാത്യു, മനോജ് പാണ്ഡെ. പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം ഈ പ്രാവശ്യത്തെ ധനകാര്യ കമ്മീഷനിലെ ഒരു മലയാളി ഫുൾ ടൈം മെമ്പർ ഉണ്ട്, ആനി ജോർജ് മാത്യു. പാർട്ട് ടൈം മെമ്പർ സൗമ്യ കാന്തി ഘോഷാണ് കേട്ടോ.
സൗമ്യ കാന്തി ഘോഷ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഇനി ഒന്നാം ധനകാര്യ കമ്മീഷൻ ഒരു മലയാളി ഉണ്ട്, VP മേനോൻ ഉണ്ടായിരുന്നടെ. നമ്മുടെ ഒന്നാം ധനകാര്യ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി ആരായിരുന്നടെ? VP മേനോൻ. രണ്ടാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ K സന്താനം. ആദ്യത്തെ ആള് KC നിയോഗി, രണ്ടാമത്തെ ആളാരാടെ? K സന്താനം. ഒന്നാം ധനകാര്യ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി ആരാ? VP മേനോൻ. എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ VP മേനോൻ? നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കാൻ പട്ടേലിനെ സഹായിച്ച മലയാളി ആരെന്ന് ചോദിച്ചിട്ടില്ലേടെ? സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കാൻ പട്ടേലിനെ സഹായിച്ച മലയാളി ആരാ? VP മേനോൻ. അപ്പൊ ഇതിലുണ്ടായിരുന്ന ഇപ്പോഴത്തെ മലയാളി ആരാ? ഇപ്പോഴത്തെ മലയാളി മെമ്പർ ആനി ജോർജ് മാത്യു ആണ്. ഇനി 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നത്? NK സിംഗ്. 21, 25 ഭരണഘടനാ സ്ഥാപനമാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. അല്ലെങ്കിൽ എടുത്തു ചോദിക്കും ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നാണ് ഇത് പറയേണ്ടത്. അർത്ഥനീതിന്യായ സംവിധാനം. ബാലൻസിംഗ് വീൽ ഓഫ് ഫിസ്ക്കൽ ഫെഡറേഷൻ ഇൻ ഇന്ത്യ എന്നൊരു വിശേഷണം ധനകാര്യ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. ബാലൻസിംഗ് വീൽ ഓഫ് ഫിസ്ക്കൽ ഫെഡറേഷൻ ഓൺ ഇന്ത്യ. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ജവഹർ വ്യാപാര ഭവനാണ് ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ചുമതലകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിതരണത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുക, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട ഗ്രാന്റുകളും അതിന്റെ അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകേണ്ട വിഹിതത്തെ കുറിച്ചുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിപ്പിക്കുക, ധനകാര്യ വിഷയങ്ങളിൽ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ ചുമതലകൾ. കേന്ദ്ര സർക്കാർ കടമെടുക്കുമല്ലോ, കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 292 സംസ്ഥാന സർക്കാർ കടമെടുക്കത്തില്ലേ? അതൊക്കെ നല്ല പോയിന്റ് ആണ്. അതിനെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 293 293. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത കേരളത്തിന്റെ നോക്കാം. കേരളത്തിന് ഇമ്പോർട്ടന്റ് ആണ്. LDC പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. കേരളത്തിലെ ധനകാര്യ കമ്മീഷൻ 1994 ഏപ്രിൽ 23 വരുന്നത്. 1994 ഏപ്രിൽ 23 എന്ത് വരുന്നത്? ധനകാര്യ കമ്മീഷൻ. ഇത് കണ്ടപ്പോ എന്തെങ്കിലും ഓർമ്മ വന്നോ? നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് നിയമവും ഇതേ ഡേറ്റ് തന്നെ, 1994 ഏപ്രിൽ 23. അപ്പൊ രണ്ടെണ്ണം പഠിച്ചേ. കേരള ധനകാര്യ കമ്മീഷൻ വന്നതും കേരള പഞ്ചായത്ത് രാജ് നിയമം വന്നതും ഏത് വർഷമാണ്? 1994 ഏപ്രിൽ 23. ആർട്ടിക്കിൾ 243 ഐയും വൈയും ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നു കേട്ടോ. അപ്പം കേരള ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത് 243 ഐയും വൈയുമാണ്. 243 ഐ എന്ന് പറഞ്ഞാൽ ഓരോ 5 വർഷത്തിലും സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഒരു ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കേണ്ടതാണ് എന്ന് പറയുന്നതും 243 വൈ എന്ന് പറയുന്നത് നഗര കൗൺസിലുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഇത് ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ച നിയമം കേരള പഞ്ചായത്ത് രാജ് നിയമം 94 കേരള മുനിസിപ്പാലിറ്റി നിയമം 94 ആസ്പദമാക്കിയാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്നത്. കാലാവധി 5 വർഷം തന്നെ. 3 പേരാണ് അവരുള്ളത്. നിയമിക്കുന്നതും റിപ്പോർട്ട് കൊടുക്കേണ്ടതും രാജിക്കത്ത് കൊടുക്കേണ്ടതും ഒക്കെ ഗവർണറുടെ കയ്യിലാണ്. അംഗങ്ങളുടെ യോഗ്യത തീരുമാനിക്കേണ്ടത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. മറ്റേത് പാർലമെന്റ് നമ്മൾ പഠിച്ചു. ഇവിടെ സംസ്ഥാന നിർമ്മാണ സഭ. ഇതാ സംസ്ഥാനത്തിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ PM എബ്രഹാം. 96 ഏറ്റെടുത്തു. PM എബ്രഹാം ആണ് ആദ്യത്തെ ആള്. ഇപ്പം 7ാമത്തെ ആളാണ് ഡോക്ടർ KN ഹരിലാലാണ്. 2026-31 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അംഗങ്ങൾ ജയതിലകും ഷർമിള മേരി ജോസഫും ആണ് ഇപ്പൊ അംഗങ്ങൾ. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ ഇപ്പൊ ആരാടെ കേരളത്തിലെ ധനകാര്യ കമ്മീഷൻ? KN ഹരിലാലാണ്. KN ഹരിലാൽ. ഇന്ത്യയിലെ ആരാണ്? അരവിന്ദ് പനഗരിയ. ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ 51 വന്നു, കേരളത്തിൽ 94 വന്നു. ജസ്റ്റ് ഇവരുടെ കേരളത്തിന്റെ ചുമതലയും ഇത് ഗസ് ചെയ്യാം. സംസ്ഥാനത്തിന്റെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനകാര്യ സ്ഥിതി വിലയിരുത്തുക. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനും പ്രാദേശിക ഗവൺമെന്റിനും ഇടയിൽ വരുന്ന വരുമാനത്തിന്റെ വിതരണം അളക്കുക. അതുപോലെ ഗ്രാമീണ മേഖലയിലും പ്രാദേശിക ഗവൺമെന്റുകളുടെയും നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റിന്റെ ഇടയിലെ വരുമാന വിതരണം അളക്കുക. ഗ്രാമീണ മേഖലയിൽ പ്രാദേശിക ഗവൺമെന്റുകളുടെ ഫണ്ട് അനുവദിക്കുന്നതിന് മറ്റു രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ചുമതലകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പഠിച്ചടേ? നമ്മള് PM ശ്രീ പദ്ധതി പഠിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളെ ഇനിയും വരുന്നുണ്ട് ഓരോ സെക്ഷൻ യുദ്ധങ്ങൾ. അത് ഒരു ചേരുംപടി ചേർക്കാനായിട്ട് പഠിച്ചു വെക്കുക.
പിന്നെ നമ്മൾ സഫാരി പാർക്കുകൾ പഠിച്ചു, മലയാളത്തിലെ ആദ്യത്തെ കൃതികളെ കുറിച്ച് പഠിച്ചു അല്ലെ, സ്പോർട്സിലെ ഗെയിമുകളുടെ മുദ്രാവാക്യങ്ങൾ പഠിച്ചു, പിന്നെ ധനകാര്യ കമ്മീഷൻ. ഓരോ സെക്ഷനിൽ നിന്ന് ഓരോന്നാണ്. ജസ്റ്റ് ഒരു റിവിഷൻ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്ത് ഒരു റിവിഷൻ ആയിട്ട് എൻ്റെ അത് ഉപയോഗിക്കുക. ഇനി അധ്യാപകർ ഡീപ്പായിട്ട് പഠിപ്പിക്കും, ഞാൻ എൻ്റെ ഒരു റിവിഷൻ നിങ്ങൾക്ക് കൊണ്ടുവന്നതാ. എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തോ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പോ വെളിയിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഒക്കെ നിങ്ങൾ ഇച്ചിരി നേരം ഫ്രീ ആയിട്ട് കേൾക്കുക. എന്നാൽ കഴിയുന്ന നല്ലൊരു സപ്പോർട്ടുമായിട്ട് ഹോട്ട് ടോപ്പിക്സ് ഡിഗ്രിക്ക് ചോദിച്ച ചോദ്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി അതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങുന്നതിൽ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്, സയൻസൊക്കെ അതും കൊണ്ടുവരാം. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ഇങ്ങനെ ചെറിയ അധ്യായമായിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ കേട്ട് അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നല്ലൊരു ഹോട്ട് ടോപ്പിക്സുമായിട്ട് അടുത്ത ആഴ്ച തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.